ഗുഡ് മോർണിംഗ് എവരി വൺ. ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ ഞാൻ കവർ ചെയ്ത് പോയിരിക്കുന്നത് തേർഡ് സെമസ്റ്റർ ബിടെക് ഇലക്ട്രിക്കലുകാരുടെ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്കിൻ്റെ മോഡ്യൂൾ 2 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. സോ ഇതിനു മുമ്പിൽ മോഡ്യൂൾ 1ൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻസും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സോ മോഡ്യൂൾ 2ലേക്ക് വരുമ്പം പാർട്ട് എയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ഡിഫൈൻ ടൈം കോൺസ്റ്റന്റ് ഓഫ് എ സർക്യൂട്ട്. വാട്ട് ഈസ് ദ ടൈം കോൺസ്റ്റന്റ് ഓഫ് ആൻ RL സർക്യൂട്ട്? സോ ടൈം കോൺസ്റ്റന്റിലേക്ക് വരുമ്പം ടൈം കോൺസ്റ്റന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ടൈം ടേക്കൺ ഫോർ ദ സിസ്റ്റം റെസ്പോൺസ് ടു റീച്ച് 63.2% ഓഫ് ദ ഫൈനൽ വാല്യൂ. റൈറ്റ്. സോ 63.2% ഓഫ് ദ ഫൈനൽ വാല്യൂ അറ്റൈൻ ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് ബേസിക്കലി ടൈം കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫിഗറും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഒരു സിസ്റ്റത്തിന് ഇതുപോലെ ഞാനൊരു ഇൻപുട്ട് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുകയാണ്, ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പം അതിൻ്റെ റെസ്പോൺസ് ഈ ഫോമിൽ റൈസ് ചെയ്ത് പോയി. സോ ഇത് 63.2% റീച്ച് ചെയ്യാനെടുത്ത ടൈമാണ് ബേസിക്കലി ടൈം കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഈ ടൈമിനെയാണ് ബേസിക്കലി ടൈം കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൻ്റെ കേസ് എടുക്കുമ്പോൾ ടൈം കോൺസ്റ്റൻ്റ് എപ്പോഴും പോളിൻ്റെ ലൊക്കേഷൻ ഇൻവേഴ്സ്ലിയാണ് റിലേറ്റ് ചെയ്ത് പോകുന്നത്. റൈറ്റ്. സോ ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന് ടൈം കോൺസ്റ്റൻ്റ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു പോൾ ലൊക്കേഷൻ. നെക്സ്റ്റ്, ഈ ക്വസ്റ്റ്യനിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത് ഒരു RL സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് ആണ്. RL സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് L/R ആണ്. സിമിലർലി RC സർക്യൂട്ടിലേക്ക് വരുമ്പം RC ആയിരിക്കും ടൈം കോൺസ്റ്റൻറ്റ്. സോ ഇത് RL സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് ആണ്. സിമിലർലി ഇത് RC സർക്യൂട്ടിൻ്റെതുമാണ്. ടൈം കോൺസ്റ്റൻറ്റിനെ നമുക്ക് ആൾട്ടർനേറ്റ്ലി ഇവിടെ 63.2% ഓഫ് ദ ഫൈനൽ വാല്യൂ റീച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ടൈം കോൺസ്റ്റൻറ്റ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇതിനെ ആൾട്ടർനേറ്റ്ലി എനിക്ക് 1 - 63% ഓഫ് ദ ഫൈനൽ വാല്യൂ, അതായത് 37% ഓഫ് ദ ഇനിഷ്യൽ വാല്യൂ അറ്റൈൻ ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ നമുക്ക് ടൈം കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. റൈറ്റ്. സോ അത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഫൈനൽ വാല്യൂവിൻ്റെ രീതിയിൽ റിലേറ്റ് ചെയ്യുമ്പോൾ 63%, ആൾമോസ്റ്റ് 63% റീച്ച് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ടൈം കോൺസ്റ്റൻറ്റ്. സിമിലർലി ഇനിഷ്യൽ വാല്യൂവിൻ്റെ കേസിലേക്ക് പറയുമ്പോൾ ഇനിഷ്യൽ വാല്യൂവിൽ നിന്ന് 37% റീച്ച് ചെയ്യാൻ എടുത്ത ടൈമാണ് ടൈം കോൺസ്റ്റൻറ്റ്. നെക്സ്റ്റ്, how are RLC networks classified according to damping ratios? Sketch the various responses when an RLC series circuit is excited by a DC source. So ഈ ക്വസ്റ്റ്യനിൽ RLC സർക്യൂട്ട്സ് ഡാമ്പിംഗ് റേഷ്യോയുടെ ബേസിസിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. സോ 4 വേസിലാണ് ഇത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓവർ ഡാംഡ് കേസ്, ഓവർ ഡാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അണ്ടർ ഡാംഡ്. തേർഡ് വൺ എന്ന് പറയുന്നത് അൺഡാംഡ്. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ക്രിട്ടിക്കലി ഡാംഡ്. സോ ഈ കേസുകളിൽ ഓരോന്നിൻ്റെയും ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റെ വാല്യൂയും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ഓവർ ഡാംഡിലാവുമ്പം ഡാമ്പിംഗ് കോയിഫിഷ്യൻ സീറ്റ ഗ്രേറ്റർ ദാൻ 1. അണ്ടർ ഡാംഡിലാവുമ്പം സീറ്റയുടെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്ക് ലൈ ചെയ്യും. അൺഡാംഡ് കേസിലാവുമ്പോൾ സീറ്റ ഈക്വൽ ടു 0, കാര്യം അൺഡാംഡ്, നോ ഡാമ്പിംഗ്. ആൻഡ് നെക്സ്റ്റ് ക്രിട്ടിക്കലി ഡാംഡ് ആകുമ്പോൾ സീറ്റ ഈക്വൽ ടു 1. ഈ 4 വേസിലാണ് ആക്ച്വലി ഡാമ്പിംഗ് കോയിഫിഷ്യൻ്റെ വാല്യൂ വെച്ച് നമുക്ക് സിസ്റ്റം ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ ഇതിൻ്റെ ഓരോന്നിൻ്റെയും റെസ്പോൺസസ് നമുക്ക് ചെക്ക് ചെയ്യാം. മാക്സിമം അതിനെ റീച്ച് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് റെസ്പോൺസാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം യൂണിറ്റി ലെവൽ വരെ ഉള്ളതിലാണ് ഞാൻ ഫിഗർ പ്ലോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓവർ ഡാംഡ് കേസ് എടുക്കാം. ഓവർ ഡാംഡിലാവുമ്പോൾ ഡാമ്പിംഗ് വളരെ ഹയറാണ്. സോ വളരെ സ്ലഗ്ഗിഷായിട്ട് മാത്രമേ അത് റൈസ് ആവത്തുള്ളൂ. ഈ ഫോമിൽ ഇത് വന്നു പോകും. വളരെ സ്ലഗ്ഗിഷായിട്ട് സ്ലോലി മാത്രം ഇത് റീച്ച് ചെയ്തു പോകും ഈ ലെവലിലേക്ക്. നെക്സ്റ്റ് അണ്ടർ ഡാംഡ് കേസ്. അണ്ടർ ഡാംഡിൽ നേരത്തെ മെൻഷൻ ചെയ്താണ് 0ക്കും 1നും ഇടയ്ക്കാണ് വാല്യൂ ലൈ ചെയ്യുന്നത്. അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഈ ഫോമിൽ വന്നിട്ട് ഇത് റൈസ് ചെയ്ത് പോയി സം ഓവർഷൂട്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇത് ആൾമോസ്റ്റ് ഈ ലെവലിലേക്ക് ടെൻഡ് ചെയ്യും. ഇങ്ങനെ പോകുന്നതാണ് അണ്ടർ ഡാംഡ് സിസ്റ്റം, UD. നെക്സ്റ്റ് അൺഡാംഡ് സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് ഇതിൽ വരയ്ക്കുമ്പം ഇതിൻ്റെ പീക്ക് അത് പെർഫെക്റ്റ് ആയിട്ടൊരു സിനുസോയിഡൽ ഷേപ്പിലേക്ക് പോകും. ഇതിൻ്റെ പീക്ക് 2 വരെ റീച്ച് ചെയ്യും. റൈറ്റ്. ഈ രീതിയിൽ വന്നു പോകും. ഇങ്ങനെ പോകുന്ന ഒരു ഓസിലേഷൻസാണ് നമുക്ക് അൺഡാംഡ് സിസ്റ്റത്തിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത്, UD. കാരണം ഡാമ്പിംഗ് ഒന്നുമില്ല. ഇവിടത്തിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 2 വരെ റീച്ച് ചെയ്യും. ഇതിൻ്റെ മിഡിൽ വാല്യൂ ആണ് ആക്ച്വലി 1 ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്.
ഇനി ലാസ്റ്റ് കേസാണ്. ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റംസ് ആണ്. ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റത്തിൽ ഓവർ ഡാംപ്ഡ് സിസ്റ്റത്തിൻ്റെ റെസ്പോൺസുമായിട്ട് സിമിലറായിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫൈനൽ വാല്യൂ, അതായത് ഈ സ്റ്റെപ്പിലേക്ക് റീച്ച് ചെയ്യാൻ മിനിമം ടൈമിൽ ഓവർ ഡാംപ്ഡ് സിസ്റ്റം എടുക്കുന്ന അത്ര ടൈം എടുക്കത്തില്ല, അല്ലാതെ അത് റീച്ച് ചെയ്ത് പോകുന്ന സിസ്റ്റംസാണ് ഈ പറയുന്ന ക്രിട്ടിക്കലി ഡാംപ്ഡ് CD. ഇനി ഇതിൻ്റെ പോൾസിൻ്റെ ലൊക്കേഷനും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഓവർ ഡാംപ്ഡ് സിസ്റ്റത്തിൽ നെഗറ്റീവ് റിയൽ ആക്സിസിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പോൾസ് കാണും. ഈ ഫോമിലായിരിക്കും അതിൽ വന്നു പോകുന്നത്, സിഗ്മ J⍵ ആക്സിസിൽ. ഇനി അണ്ടർ ഡാംപ്ഡ് കേസിലാവുമ്പം ഓസിലേഷൻസ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോംപ്ലക്സ് കോൺജുഗേറ്റ് പേസ് ആയിരിക്കും ഒക്കർ ചെയ്യുന്നത്. സോ സിഗ്മ J⍵. നെക്സ്റ്റ് അൺഡാംപ്ഡിൽ പെർഫെക്റ്റ് ഓസിലേഷൻസ് ആണ്. ഡാമ്പിംഗ് ഒന്നും തന്നെ ഇല്ലാതെ ഉള്ള ഓസിലേഷൻസ് ആയിരുന്നു. അപ്പോൾ എക്സാക്ട്ലി J⍵ ആക്സിസിലായിരിക്കും പോൾസ് ലൈ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം ഓവർ ഡാം സിസ്റ്റത്തുമായിട്ട് സിമിലർ ആണെന്ന് പറഞ്ഞു. ഇവിടെ പോൾസ് 2 ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലായിരുന്നു. സെയിം ലൊക്കേഷനിൽ 2 പോൾസ് വരുന്നുണ്ടെങ്കിൽ അത് ക്രിട്ടിക്കലി ഡാംപ്ഡും ആയിരിക്കും. സോ നെക്സ്റ്റ് നമുക്ക് മോഡ്യൂൾ 2-ൻ്റെ essay ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് സ്റ്റഡി സ്റ്റേറ്റ് എക്സിറ്റ്സ് വെൻ സ്വിച്ച് ഈസ് ഇൻ പൊസിഷൻ A. At time t equal to 0, the switch is moved to position B. Obtain an expression for inductor current for time t greater than 0. So, t less than 0 അല്ലെങ്കിൽ t equal to 0 വരെ ഈ സ്വിച്ച് A എന്ന് പറയുന്ന പൊസിഷനിലായിരുന്നു. അപ്പോൾ ആ സർക്യൂട്ടിൽ ഒരു ഇൻഡക്ടർ വഴി കംപ്ലീറ്റ്ലി ഇൻഡക്ടർ ചാർജ് ചെയ്തിട്ടുണ്ടാകും. ഇനി നെക്സ്റ്റ് ടി ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ടി ഈക്വൽ ടു 0 സ്വിച്ചിങ് നടത്തി ഇത് ബിയിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇൻഡക്ടറിൽ ഉണ്ടായിരിക്കുന്ന ചാർജ് ഈ കപ്പാസിറ്ററിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്താണ് പോകുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ, ആ ടൈമിൽ ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ എക്സ്പ്രഷനാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇതിൻ്റെ സൊല്യൂഷൻ ഭാഗത്തിലേക്ക് വരുമ്പം ടി ലെസ് ദാൻ 0-ൽ റൈറ്റ്, ടി ലെസ് ദാൻ 0-ലുള്ള ഫിഗർ, ഇക്വലൻറ്റ് ഫിഗർ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. റെസിസ്റ്റൻസ് 1 ohm ഉണ്ട്. നെക്സ്റ്റ് 2 volt. എ എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇരുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തു. സോ സ്റ്റഡി സ്റ്റേറ്റ് ആകുമ്പം ഇൻഡക്ടർ എപ്പോഴും ഷോർട്ടായിട്ട് വർക്ക് ചെയ്യും. സോ ഇൻഡക്ടറിലൂടെ ആ ടൈമിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമുക്ക് അതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാം. ഇനീഷ്യൽ കറണ്ട് ഈക്വൽ ടു 2 ആംപിയർ. ഈ ഇനീഷ്യൽ കറണ്ടാണ് ഇനി സ്വിച്ചിങ് നടക്കുമ്പം കപ്പാസിറ്ററിൻ്റെ സോഴ്സായിട്ട് വർക്ക് ചെയ്യാനും പോകുന്നത്. സോ ഇനി സ്വിച്ചിങ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഇക്വലൻറ്റ് ഫിഗർ വരയ്ക്കാം. സ്വിച്ചിങ് ചെയ്യുമ്പോൾ ഇത് ബിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ടൈമിൽ എസ് ഡൊമൈനിൽ ഇക്വലൻറ്റ് ഫിഗറാണ് ഞാൻ വരയ്ക്കുന്നത്. 1/SC ആണ് കപ്പാസിറ്റർ വരുന്ന 1/S ഇൻറ്റു C ഈക്വൽ ടു 1. സോ 1/S. നെക്സ്റ്റ് ഇൻഡക്ടർ ഉണ്ട്. ഇൻഡക്ടർ 2 ആംപിയർ ഇനിഷ്യൽ കറണ്ട് അത് തരുന്നുണ്ട്. അപ്പോൾ ഇൻഡക്ടറിൻ്റെ വാല്യൂ SL ആണ്. സോ L എഗെയിൻ ഇവിടെ 1 ആണ്. സോ S ആയിട്ട് വന്നു. നെക്സ്റ്റ് അതിൻ്റെ ഇനിഷ്യൽ കറണ്ട് കാരണം ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. ആ വോൾട്ടേജിനെ അല്ലെങ്കിൽ ഇനിഷ്യൽ വോൾട്ടേജിനെ 2 ആയിട്ട് നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇൻഡക്ടറിൻ്റെ 2 ആംപിയർ കാരണം ഉണ്ടാവുന്ന ഇനിഷ്യൽ വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ L ഇൻറ്റു I0- എന്നാണ്. സോ ഇവിടെ Lൻ്റെ വാല്യൂ 1 ആണ്. കറസ്പോണ്ടിംഗ്ലി ഇനീഷ്യൽ കറണ്ട് നമുക്ക് 2 എന്നും കിട്ടി. അപ്പോൾ ആ വോൾട്ടേജ് സോഴ്സ് 2 വോൾട്ടായിട്ട് വരും. പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് ഇതിൻ്റെ ഡയറക്ഷനാണ്. ഈ വന്ന ചാർജ് ചെയ്തിരിക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇതിൽ നിന്നുണ്ടാകുന്ന കറണ്ടും വരുന്നത്. റൈറ്റ്. സോ 2 വോൾട്ട് ഈ ഫോമിൽ ഞാൻ കണക്ട് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഈ ലൂപ്പിക്കേഷൻ ഒന്ന് എഴുതിയാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഈ ഫോമിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ 2 ഈക്വൽ ടു പോകുന്ന കറണ്ട് I(S) ആയിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യാണ്. സോ 2 ഈക്വൽ ടു I(S) ഇൻറ്റു 1/S. സോ I(S/S) പ്ലസ് S ഇൻറ്റു I(S). റൈറ്റ്. ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് L1 ആണെന്ന് പറഞ്ഞു. സോ S ഇൻറ്റു I(S). ഇവിടെ സിമിലർലി I(S/S) എന്നും വന്നു. ഇനി I(S) ഇതിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 2 ഈക്വൽ ടു I(S) ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ്. S പ്ലസ് 1/S. റൈറ്റ്. സോ അത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ I(S) ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ S പ്ലസ് 1/S. ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ S കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ആണ്. സോ 2S ഡിവൈഡഡ് ബൈ S² പ്ലസ് 1. ബട്ട് S/S² പ്ലസ് A² എന്ന് പറയുന്നത് കോസ് ATയുടെ ട്രാൻസ്ഫോമാണ്. റൈറ്റ്. കോസ് ATയുടെ ട്രാൻസ്ഫോമാണ്. സോ ഇവിടെ ഞാനത് അപ്ലൈ ചെയ്യാണ്. I(T) therefore I(T) ഈക്വൽ ടു 2 ഇൻറ്റു കോസ് T
യു ഓഫ് ടി ആയിട്ട് നമുക്ക് ആൻസർ വന്നു. ടി ഗ്രേറ്റർ ദാൻ സീറോയിലാണ് സ്വിച്ചിങ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ഇൻറ്റു കോസ് ടി യു ഓഫ് ടി ആണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. ഇത് 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യനുമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫോർ ദ ഫോളോയിങ് സർക്യൂട്ട് സ്വിച്ച് എസ് ഈസ് ഇൻ പൊസിഷൻ എ ഫോർ എ വെരി ലോങ് ടൈം. സോ സ്വിച്ച് എയിൽ സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അറ്റ് ടൈം ടി ഈക്വൽ ടു 0 ദ സ്വിച്ച് ഈസ് ത്രോൺ ടു പൊസിഷൻ ബി. ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ദ കറണ്ട് ത്രൂ 5 കിലോ. ഇനിഷ്യലി സ്വിച്ച് എയിലായിരുന്നു. സോ ഈ ഫോമിൽ, അതായത് ഈ പാത്ത് വഴി കറണ്ട് ഫ്ലോ ഉണ്ടായി കപ്പാസിറ്റർ സം ചാർജ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. നെക്സ്റ്റ് സ്വിച്ചിങ് നടക്കുമ്പം ബിയിലേക്ക് മാറ്റുകയും ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചാർജ് കാരണം ഈ ലൂപ്പിൽ ക്ലോസ് ചെയ്ത് വരുന്ന പുതിയ ഈ ലൂപ്പിൽ സം കറണ്ട് ഫ്ലോ ഉണ്ടാകും. അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനും പറയുന്നത്. സോ സ്വിച്ച് ഈസ് ഇൻ പൊസിഷൻ എ ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് ഈസ് റീച്ച്ഡ്. അറ്റ് ടി ഈക്വൽ ടു 0 സ്വിച്ച് ഈസ് മൂവ്ഡ് ടു പൊസിഷൻ ബി. ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ കറണ്ട് ത്രൂ 5 കിലോ. സോ ഈ കേസിലേക്ക് വരുമ്പം ഇവിടെ 2 കപ്പാസിറ്റൻസ് ഉണ്ട്. 0.2 മൈക്രോഫാരഡ് ആൻഡ് 0.8 മൈക്രോഫാരഡ്. അത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് 2 രീതിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഒന്നുകിൽ ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക, അതുവഴി സിംഗിൾ കപ്പാസിറ്റൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടും വർക്ക് ചെയ്യാം. സോ ഞാനിത് ടി ലെസ് ദാൻ 0 ഇതിൻ്റെ ഇക്വലൻറ്റ് ഫിഗറിലേക്ക് പ്ലോട്ട് ചെയ്യുകയാണ്. ടി ലെസ് ദാൻ 0 ഫസ്റ്റ് ഒരു 100 വോൾട്ട് വന്നു. നെക്സ്റ്റ് 10 കിലോ ഓം. നെക്സ്റ്റ് എഫക്റ്റീവായിട്ട് ജനറേറ്റ് ചെയ്യുന്ന കപ്പാസിറ്റൻസ് ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യും. ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ്, അതായത് 2 കപ്പാസിറ്റൻസിൻ്റെയും എഫക്റ്റ് കാരണം ഉണ്ടാകുന്ന കപ്പാസിറ്റൻസിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് VC0 മൈനസ് ഇനിഷ്യൽ വോൾട്ടേജ് ഈക്വൽ ടു 100 വോൾട്ട് തന്നെ ആയിരിക്കും. റൈറ്റ്. സോ ഞാൻ ഇവിടുത്തെ ഇനിഷ്യൽ വോൾട്ടേജ് അക്രോസ് 2 കപ്പാസിറ്റേഴ്സ് ഈസ് ടേക്കൺ ആസ് 100 വോൾട്ട്. 2 കപ്പാസിറ്ററിൻ്റെയും എക്രോസ് വരുന്ന ഇനിഷ്യൽ വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് 100 വോൾട്ടായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. നെക്സ്റ്റ് ടി ഗ്രേറ്റർ ദാൻ 0 ഫിഗർ നമുക്ക് ചെക്ക് ചെയ്യാം. ടി ഗ്രേറ്റർ ദാൻ 0 ഫസ്റ്റ് കപ്പാസിറ്റൻസ് സ്വിച്ച് ക്ലോസ് ചെയ്യുന്നതോടുകൂടി ഈ പാത്താണ് ഇതിനകത്ത് വരുന്നത്. കപ്പാസിറ്റൻസ് 0.2 മൈക്രോഫാരഡിൻ്റെ കപ്പാസിറ്റൻസ് ഉണ്ട്. സോ അതിനെ എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം. 1/s ഇൻറ്റു C1. C1 എന്ന് പറയുന്നത് 0.2 മൈക്രോഫാരഡ്. സോ 1/s ഇൻറ്റു 0.2 മൈക്രോഫാരഡ്. സിമിലർലി നെക്സ്റ്റ് അടുത്ത കപ്പാസിറ്റർ 1/s ഇൻറ്റു 0.8 മൈക്രോഫാരഡ്. റൈറ്റ്. നെക്സ്റ്റ് ഒരു വോൾട്ടേജ് സോഴ്സ് ഇപ്പം ഇതിനകത്ത് വന്നു. സോ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ 100/s ആയിരിക്കും. റൈറ്റ്. അത് ഇനിഷ്യൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V0 മൈനസ് ബൈ എസ് എന്നാണ് വരുന്നത്. സോ ഇവിടെ ഒരു 100/s വരുന്നൊരു വോൾട്ടേജ് സോഴ്സ് വന്നു. അത് ഇനിഷ്യൽ വോൾട്ടേജിൻ്റെ എഫക്റ്റാണ്. ഈ 2 കപ്പാസിറ്റൻസിൻ്റെയും കൂടെ എഫക്റ്റ് കാരണമുള്ള ഇനിഷ്യൽ വോൾട്ടേജാണ് നമ്മൾ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്തത്. അപ്പോൾ ഈ 2 കപ്പാസിറ്റൻസ് കാരണം തരുന്നതാണ് 100/s ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് 5 കിലോ. ഈ 5 കിലോമിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഈ ക്വസ്റ്റ്യനിൽ ഇവാലുവേറ്റ് ചെയ്യാനും പറയുന്നത്. 5 കിലോ I(s) ആയിട്ട് ഞാനത് ഡിനോട്ട് ചെയ്യുകയാണ്. സോ I(s) നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. I(s) ഈക്വൽ ടു വോൾട്ടേജ് ബൈ ഇമ്പിഡൻസ് ആണ്. ഇവിടുത്തെ വോൾട്ടേജ് ഒറ്റ വോൾട്ടേജ് മാത്രമേ ഉള്ളൂ. നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് ഉള്ളത്. സോ 100/s ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസസ്. സോ 1/s ഇൻറ്റു 0.2 മൈക്രോഫാരഡ് പ്ലസ് 1/s ഇൻറ്റു 0.8 മൈക്രോഫാരഡ് പ്ലസ് 5 കിലോ. സോ ഇത് സിംപ്ലിഫിക്കേഷന് വേണ്ടി ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഫസ്റ്റ് ഓഫ് ഓൾ എസ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 100 ഡിവൈഡഡ് ബൈ ഇവിടെ എസ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/0.2 മൈക്രോഫാരഡ്. അതിനോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാണ്. 1 മൈക്രോ എന്ന് വെച്ചാൽ 10⁶ ആണ്. സോ 10⁶ ഞാൻ ഔട്ട് സൈഡായിട്ട് എടുക്കുന്നു. സോ എസ് കൊണ്ട് ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1/0.2 പ്ലസ് എഗെയിൻ ഇവിടെയും മൈക്രോ ഉണ്ട്. അത് 10⁶ ആയിട്ട് ഔട്ട് സൈഡായിട്ട് എടുത്തു. എസ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു. സോ 1/0.8 പ്ലസ് 5k എസ് ഇൻറ്റു 5k. റൈറ്റ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം 100 ഡിവൈഡഡ് ബൈ 10⁶ ഇൻറ്റു ഈ ഫാക്ടർ 6.25 ആയിട്ട് വരും. 6.25 പ്ലസ് എസ് ഇൻറ്റു 5k. സോ ഇങ്ങനെ കിട്ടുമ്പം
ഞാൻ മുമ്പത്തെ ട്യൂട്ടോറിയൽസിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എസിൻ്റെ ടൈമിൽ എസിൻ്റെ കോഫിഷ്യൻ്റ് എപ്പോഴും 1 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സോ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 5k ചെയ്യുകയാണ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. സോ ആ ടൈമിൽ നമുക്ക് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 0.02 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1.25k. സോ ഇപ്പോൾ നമുക്ക് ഐ ഓഫ് എസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഐ ഓഫ് ടിയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഐ ഓഫ് ടി ഈക്വൽ ടു ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്താൽ മതി. സോ 0.02 1/s+a ഫോമിലാണുള്ളത്. സോ ഇ റേസ് ടു മൈനസ് 1.25k ടി റൈറ്റ് ഇൻറ്റു യു ഓഫ് ടി. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇത് ഐ ഓഫ് എസ് ആയിരുന്നു. So I of t equal to 0.02 e raised to minus 1.25 kt u of t. So next essay question like povam. Next question number 14 ആണ്. Given an RC circuit with zero initial charge on capacitor, find the expression for current after a DC source VDC is applied to RC network. Also determine the time constant of the circuit. So ഈ ക്വസ്റ്റ്യൻ നമുക്ക് ബോർഡിൽ ഒന്ന് ചെക്ക് ചെയ്യാം. So given an RC circuit with a zero initial charge on capacitor, find the expression for current after a DC source VDC is applied to the RC network and also find the time constant of the circuit. So ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫിഗർ ഞാനിവിടെ പ്ലോട്ട് ചെയ്യാണ്. സീരീസ് ആയിട്ടുള്ളൊരു RC സർക്യൂട്ട് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് R മാർക്ക് ചെയ്തു. നെക്സ്റ്റ് കപ്പാസിറ്റർ C വിത്ത് സീറോ ഇനിഷ്യൽ ചാർജ് ഓൺ കപ്പാസിറ്റർ. അപ്പോൾ സീറോ ഇനിഷ്യൽ ചാർജ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ ഒരു വോൾട്ടേജ് സോഴ്സ് VDC അപ്ലൈ ചെയ്യാൻ പറയുകയാണ് വിത്ത് സ്വിച്ച് T ഈക്വൽ ടു 0. T ഈക്വൽ ടു 0 ഒരു VDC അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ VDC ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്തു. VDC റൈറ്റ്. ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഈ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. VDC is applied to the RC നെറ്റ്വർക്ക് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു സ്വിച്ച് യൂസ് ചെയ്താണിത് വർക്കൗട്ട് ചെയ്ത് ചെയ്യുന്നത്. ഇനി ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എസ് ഡൊമൈനിലുള്ള ഇക്വലൻ്റ് ഫിഗർ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. സോ ആദ്യം സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കേസാണ്. സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിയുമ്പം റെസിസ്റ്റൻസ് R തന്നെയാണ്. കപ്പാസിറ്റർ 1/SC വിത്ത് സീറോ ഇനിഷ്യൽ ചാർജ് എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് വേറെ അഡീഷണൽ എലമെൻറ്റ്സ് ഒന്നും തന്നെ വരുന്നില്ല. സോ 1/SC സ്വിച്ച് ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് VDCയുടേത് എസ് ഡൊമൈനിൽ എടുക്കുമ്പോൾ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് VDC ബൈ എസ് റൈറ്റ് ബൈ എസ്. നെക്സ്റ്റ് ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ഓഫ് എസ് റൈറ്റ് ഐ ഓഫ് എസ്. സോ ഐ ഓഫ് എസിൻ്റെ എക്സ്പ്രഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഐ ഓഫ് എസ് ഈക്വൽ ടു അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് VDC ബൈ എസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇംപെഡൻസ് R പ്ലസ് 1/SC റൈറ്റ്. ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ എസ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ VDC ബൈ എസ് ഇൻറ്റു R പ്ലസ് 1/C. എഗെയിൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും എസിൻ്റെ കോഫിഷ്യൻ്റ് യൂണിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സോ VDC ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1/RC. ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ R കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തു. സോ ഇപ്പോൾ നമുക്ക് ഐ ഓഫ് എസിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. നെക്സ്റ്റ് ഐ ഓഫ് ടി ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഐ ഓഫ് ടി ഈക്വൽ ടു ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് തിങ്. സോ VDC ബൈ R 1/s+a ലാപ്ലാസ് ട്രാൻസ്ഫോം ഇ റേസ് ടു മൈനസ് 80 ആണ്. സോ ഇവിടെ ഇ റേസ് ടു മൈനസ് 1/RC റേസ് ടു മൈനസ് 80. സോ എ ഈക്വൽ ടു ഇവിടെ 1/RC ആയിട്ട് വന്നു യു ഓഫ് ടി. സോ നമുക്കിപ്പം കറണ്ടിൻ്റെ എക്സ്പ്രഷൻ ഇതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ അടുത്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് ദ സർക്യൂട്ടാണ്. ടൈം കോൺസ്റ്റൻറ്റ് വേറൊന്നുമില്ല, ഇ റേസ് ടു മൈനസ് 80. എ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് ടൈം കോൺസ്റ്റൻ്റ് ആണ്. സോ ഇവിടെ എ ഈക്വൽ ടു 1/RC ആണ്. സോ ഇൻവേഴ്സ് ഓഫ് എന്ന് പറയുന്നത് RC ആയിട്ട് വന്നു. സോ RC തന്നെയാണ് ഇവിടുത്തെ ടൈം കോൺസ്റ്റൻ്റ് ആയിട്ടും വരുന്നത്. സോ ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ കറണ്ട് ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് ആഫ്റ്റർ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് അറ്റ് ടൈം t ഈക്വൽ ടു 0. യൂസ് ലാപ്ലാസ് ട്രാൻസ്ഫോം മെത്തേഡ്. സോ ഇത് AC അനാലിസിസ് ആണ്. AC ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ് ആണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ബോർഡിൽ എഴുതി ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ആഫ്റ്റർ സ്വിച്ച് ഈസ് ക്ലോസ്ഡ് അറ്റ് t ഈക്വൽ ടു 0 എന്നാണ്. സോ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം സാധാരണ നമ്മൾ
RL സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി ഡൊമെയിൻ അനാലിസിസിൽ ഫേസിൻ്റെ ഫാക്ടർ യൂഷ്വലി മാർക്ക് ചെയ്ത് കാണാറില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഫേസും കൂടെ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ +π/2 ഫേസാണ്. നമുക്കറിയാം cos t + π/2 ആണെങ്കിൽ -sin t ആണെന്നുള്ളത് അറിയാം. ബട്ട് ഇതിന് ജനറലായിട്ട് ഇപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി -sin എന്ന് മെൻഷൻ ചെയ്യാൻ പറ്റും. ബട്ട് ജനറലി cos a + bയുടെ എക്സ്പ്രഷൻ യൂസ് ചെയ്ത് തന്നെ ചെയ്യുക. വേറെ ഏതെങ്കിലും ആർബിട്രറി ഫേസ് ആണ് തരുന്നതെങ്കിലും, അതായത് cos a + b നമുക്കറിയാം. cos a + b = cos a cos b - sin a sin b, റൈറ്റ്? സോ ഇവിടെ cos 10⁻³ + π/2 ആണ്. സോ അതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് cos 10⁻³ × cos π/2. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടേം 0 ആയിട്ട് മാറി, റൈറ്റ്? ഫസ്റ്റ് ടേം 0 ആയിട്ട് മാറി. നെക്സ്റ്റ് ടേം sin 10⁻³ × sin π/2. സോ അത് -sin 10⁻³ ആയിട്ട് തന്നെ വന്നു. അതായത് cos 10³ + π/2 എന്ന് പറയുന്നത് -sin 10³ ആയിട്ട് വന്നു. ഇത് നിങ്ങൾ ഈ രീതിയിൽ cos a + b ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം +90 ഡിഗ്രി വരുന്നുണ്ടെങ്കിൽ തന്നെ -sin 10³ ആയിട്ട് എഴുതാം. ബട്ട് ആർബിട്രറി ഏതെങ്കിലും ഒരു ഫേസാണ് നിങ്ങൾക്ക് എക്സാമിനേഷന് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ എക്സ്പ്രഷൻ വീണ്ടും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇവിടെ തന്നിരിക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് -100 sin 10³ സോ ഇതിനെ ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. sin ω t ആണെങ്കിൽ ω/s² + ω² ആണ്. സോ ഇതിൽ നിന്ന് V(s) = -100 കോൺസ്റ്റൻ്റ് ഉണ്ട്. ഒമേഗ ഇവിടെ 10⁻³ ആണ്. സോ 10⁻³ / s² + 10⁻6. 10³ സ്ക്വയർ 10⁻6 ആയിട്ട് വന്നു, റൈറ്റ്? സോ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് I(s) ആണ്. ഇതാണ് I(s), റൈറ്റ്? സോ I(s) = അവിടെ ഉള്ള വോൾട്ടേജ് V(s) ടോട്ടൽ ഇമ്പിഡൻസ് ആണ്. വോൾട്ടേജ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ന്യൂമറേറ്ററിൽ -100 × 10⁻³ എന്ന് പറയുന്നത് -10⁻5 എന്ന് വന്നു. /s² + 10⁻6 ന്യൂമറേറ്റർ പോർഷൻ്റെതായിട്ട് വരുന്നുണ്ട്. അതിനു പുറമെ ഡിനോമിനേറ്റർ സൈഡിൽ ഈ ഇമ്പിഡൻസിൻ്റെ സമ്മേഷനാണ്. അതായത് 20+, റൈറ്റ്? ഈ ഇമ്പിഡൻസ് 20+ ഈ ഇതിനെ കറസ്പോണ്ടിംഗ്ലി ഫ്രീക്വൻസി ഡൊമെയിനിൽ കൺവേർട്ട് ചെയ്യുക S × L ആണ്. സോ 0.1 അതായത് L വന്നു × S. സോ 20 + 0.1 ആയിട്ട് വന്നു. സോ ലാസ്റ്റ് കേസിൽ ഞാൻ പറഞ്ഞു എപ്പോഴും എസിൻ്റെ കോയിഫിഷ്യൻ്റ് യൂണിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സോ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈഡ് ബൈ 10 gives I(s) = -10⁻6 / s + 200 × s² + 10⁻6. സോ ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി സിംപ്ലിഫൈ ചെയ്യാം. k1/s + 200 + k2s + k3 / s² + 10⁻6. സോ ഫസ്റ്റ് k1 ഇവാലുവേറ്റ് ചെയ്യാം. k1 ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി k1 = s = -200, റൈറ്റ്? s + 200 = 0. സോ അതിൽ നിന്ന് s = -200 ഈ എക്സ്പ്രഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ k1 = -10⁻5 / s = -200 ഈ എക്സ്പ്രഷനിൽ, റൈറ്റ്? സോ -200² + 10⁻6. സോ k1 വർക്കൗട്ട് ചെയ്തപ്പം ഒബ്റ്റെയിൻ ചെയ്യുന്നത് -0.9615 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. -0.9615. സോ നെക്സ്റ്റ് k2 ആൻഡ് k3 ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഞാൻ എൻ്റെ തിയറി പാർട്ടിലും മുമ്പത്തുള്ള വീഡിയോസ് ചെക്ക് ചെയ്താൽ മതി. അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ വരുന്ന ഏതൊരു പ്രോബ്ലത്തിലും k1 എപ്പോഴും -k2 ആണ്. സോ അതുകൊണ്ട് ഡയറക്റ്റ്ലി തന്നെ നമുക്ക് എഴുതാം k2 = 0.9615. അപ്പോൾ k2 നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തു. നെക്സ്റ്റ് ഇനി ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് k3 ആണ്. k3 ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന എക്സ്പ്രഷനിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. അല്ലെങ്കിൽ s + 200 × s² + 10⁻6 കൊണ്ടുവന്ന് ബോത്ത് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ -10⁻6 = k1 × s² + 10⁻6 + k2s + k3
ഇൻറ്റു എസ് പ്ലസ് 200. സോ ഇതിൽ നിന്ന് എസിൻ്റെ കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എസിൻ്റെ കോയിഫിഷ്യൻസ് ഇല്ല, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ എക്സ്പ്രഷനിൽ എസിൻ്റെ കോയിഫിഷ്യൻ്റ് ഇല്ല. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ K2S ഇൻറ്റു 200 എന്ന് വരും. സോ 200 K2 പ്ലസ് നെക്സ്റ്റ് K3. സോ ഇതിൽ നിന്ന് K3 ഈക്വൽ ടു മൈനസ് 200 K2. K2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം K3 ഈക്വൽ ടു മൈനസ് 192.3 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. മൈനസ് 192.3. സോ നമുക്കിപ്പോൾ K1 സിമിലർലി K2 സിമിലർലി K3 ഇപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ K1 K2 K3 ഞാൻ ഈ എക്സ്പ്രഷനിൽ ഡയറക്റ്റ്ലി കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ഞാനത് ഈ K1 K2 K3 ഇവിടെ റബ്ബ് ചെയ്തിട്ട് ഈ എക്സ്പ്രഷനിലേക്ക് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. സോ ഇതിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ മതി. സോ I of t ഈക്വൽ ടു മൈനസ് 0.9615 1/s പ്ലസ് എയുടേത് e റേസ് ടു മൈനസ് എ ആണ്, e റേസ് ടു മൈനസ് 80 ആണ്. സോ ഇവിടെ e റേസ് ടു മൈനസ് 200t നെക്സ്റ്റ് ടൈം പ്ലസ് s/s² പ്ലസ് ഒമേഗ² ഫോമിലാണുള്ളത്. സോ അതുകൊണ്ട് 0.9615 കോസിൻ്റെ ഫോമിലേക്ക് മാറി. സോ കോസ് ഇത് 10³ ആണ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് 10⁻⁶ ആയി. സോ അതുകൊണ്ട് ഇവിടെ കോസ് 10³ മൈനസ് 192.3 ഇവിടെ ഒമേഗ/s² പ്ലസ് ഒമേഗ² ഫോമിലേക്ക് മാറ്റണം. സോ അതിനു വേണ്ടി ഞാൻ ഡിവൈഡഡ് ബൈ 10³ ഇൻറ്റു സൈൻ 10³ റൈറ്റ്? ഒമേഗ/s² പ്ലസ് ഒമേഗ² ആണ് സൈൻ ഒമേഗ/ടിയുടെ ട്രാൻസ്ഫോം. ഇവിടെ ഒമേഗ 10³ ആണ്. അതിന് വേണ്ടി ഞാൻ ഇവിടെ 10³ കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു. സോ അതുകൊണ്ട് അതിന് ഔട്ട് സൈഡായിട്ട് ഡിവൈഡഡ് ബൈ 10³ ചെയ്തു. സോ ഈ ഫോമിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ഇതിനെ ഞാൻ മൈനസ് 0.1923 ആയിട്ട് മാർക്ക് ചെയ്യുകയാണ് ഡിവൈഡഡ് ബൈ 10³ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസിൻ്റെ ഫൈനൽ സൊല്യൂഷനിൽ വരുന്നത് ഡീക്കേയിങ് ഫാക്ടർ, അതായത് ഈ കാണുന്ന ഫാക്ടർ പ്ലസ് സൈൻ a-bയുടെ ഫോമിലാണ് വരുന്നത്. അതായത് സൈൻ a-bയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം. സൈൻ a-b ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. സോ ഈ എക്സ്പ്രഷൻ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഈ പോർഷൻ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം സൈൻ എ എന്ന് പറയുന്നത് 0.9615 ആയിട്ട് വരണം. സിമിലർലി കോസ് എ എന്ന് പറയുന്നത് 0.1923 ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്. സോ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ ഫൈ ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണ്. ഇനി ഇവിടെ കോസ് 10³ കൂടെ വരുന്നത് 0.9615 ആണ്. അത് കമ്പയർ ചെയ്തപ്പോൾ സൈൻ്റെ ടേം ആണെന്ന് പറഞ്ഞു. സൈൻ ആയതുകൊണ്ട് തന്നെ ആംഗിളുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരേണ്ടത്. സോ അതുകൊണ്ട് ഇവിടെ 0.9615 ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. സിമിലർലി ഈ ഫാക്ടർ കൊസൈൻ്റെ ഫാക്ടറാണ്. സോ അത് അഡ്ജസൻ്റ് ആയിട്ടാണ് വരേണ്ടത്. സോ അതുകൊണ്ട് ഞാനത് 0.1923 ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 0.9615² പ്ലസ് 0.1923². അത് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 0.9804 എന്നാണ്. സോ ഇവിടെ ഞാൻ 0.9804 ആയിട്ട് എനിക്ക് ഒബ്റ്റെയിൻ ചെയ്തു. സിമിലർലി ടാൻ ഫൈ ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. 0.9615 ബൈ 0.1923. ഇതിൽ നിന്ന് ഫൈ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈ ഈക്വൽ ടു 78.70 ഡിഗ്രി എന്ന് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഇതിൽ നിന്ന് നമുക്ക് സൈൻ ഫൈ ഒന്ന് ചെക്ക് ചെയ്യാം. സൈൻ ഫൈ ഈക്വൽ ടു ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് 0.9615 ബൈ ഹൈപ്പോട്ടന്യൂസ് 0.9805. സിമിലർലി കോസ് ഫൈയും ചെക്ക് ചെയ്യാം. കോസ് ഫൈ ഈക്വൽ ടു അഡ്ജസൻ്റ് എന്ന് പറയുന്നത് 0.1923 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് 0.9805. സോ ഇതിൽ 0.9615നെ എനിക്ക് 0.9805 ഇൻറ്റു സൈൻ ഫൈ ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിമിലർലി 0.1923നെ ഇതേ കണക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.9805 ഇൻറ്റു കോസ് ഫൈ ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് 78.70 ഡിഗ്രി ആയിട്ട്. സോ അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. 0.9615 ഈക്വൽ ടു 0.9805 ഇൻറ്റു സൈൻ ഫൈ ആൻഡ് സിമിലർലി 0.1923 ഈക്വൽ ടു 0.9805 ഇൻറ്റു കോസ് ഫൈ. സോ ഇനി നെക്സ്റ്റ് എനിക്കിതിൽ ഫൈനൽ ആൻസർ വേണ്ടത്
എപ്പോഴും സൈൻ 10 ക്യൂബ് ടി മൈനസ് 5 എന്ന് പറഞ്ഞ ഫോമിലാണ്. സോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുകയാണ്. റൈറ്റ്, ഇവിടെ ഞാനിത് നെഗറ്റീവ് സൈൻ ആക്കാണ്. കോമൺ ആയിട്ട് നെഗറ്റീവ് സൈൻ എടുക്കുകയും ചെയ്യുകയാണ്. സോ ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആയി. എഗെയിൻ ഇവിടെ ഞാൻ പ്ലസ് ആക്കുകയാണ്. അതിന് റീസൺ വേറൊന്നുമല്ല, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി, ആ ഫോമിലേക്കാണ് എനിക്ക് വേണ്ടത്. സൈൻ 10 ക്യൂബ് ടി മൈനസ് 5 ആയിട്ടാണ് എനിക്ക് റിസൾട്ടും വേണ്ടത്. സോ അതുകൊണ്ട് ഞാൻ മൈനസ് 0.9615 ഇ റേസ് ടു മൈനസ് 200 ടി ഇൻറ്റു ഇതിപ്പം സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ഫോമിലാണ് ഉള്ളത്. അപ്പോൾ ഇതിന് ഔട്ട് സൈഡായിട്ട് എനിക്ക് മൈനസ് ഇവിടെ ഉണ്ട് 0.9805, റൈറ്റ്. 0.9805 ഞാൻ ഇവിടെ എടുത്തു. നെക്സ്റ്റ് ബാലൻസ് വരുന്ന ടൈം, അതായത് സൈൻ 10 ക്യൂബ് ടി മൈനസ് 5, റൈറ്റ്. ഇനി 5ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 = 78.70. സോ ഫൈനൽ ആൻസർ നമുക്ക് അതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യും. മൈനസ് 0.9615 ഇ റേസ് ടു മൈനസ് 200 ടി മൈനസ് 0.9805 സൈൻ 10 ക്യൂബ് ടി മൈനസ് 78.64 ഡിഗ്രി എന്ന് ഒബ്റ്റെയിൻ ചെയ്യും. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. മൈനസ് 78.64 ഡിഗ്രി എന്ന് വരും. സോ ഇതേ കണക്കുള്ള RC, RL ആൻഡ് RLC സർക്യൂട്ട്സിൻ്റെ പ്രോബ്ലംസ് കംപ്ലീറ്റ്ലി ഞാൻ വർക്കൗട്ട് ചെയ്ത് ഇലക്ട്രിക്കലിൻ്റെ, അതായത് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്കിൻ്റെ പ്ലേലിസ്റ്റിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഫർദറായിട്ടുള്ള പ്രോബ്ലംസ് അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്. സോ ഇതേ കണക്കുള്ള പ്രോബ്ലംസ് സ്റ്റെപ്പ് ഇത്തിരി ലെന്തിയർ ആണെങ്കിലും ഇതിന് വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും ആൻസർ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ ഇതാണ്. ഇത് മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ട്യൂട്ടോറിയൽസിനകത്തുള്ളതാണ്. സോ I(t) ഇതൊരു RL നെറ്റ്വർക്കാണ്. RL നെറ്റ്വർക്കിൻ്റെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ, സിനുസോഡൽ റെസ്പോൺസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസ് ω/L EM/Z² e റേസ് ടു മൈനസ് R/L ഇൻറ്റു ടി പ്ലസ് EM/Z സൈൻ ω/t മൈനസ് 5 ആണ്. Z = √R² പ്ലസ് ω/L² ആണ്. സിമിലർലി φ = tan ഇൻവേഴ്സ് ഓഫ് ω/L/R ആണ്. ഇത് രണ്ടും നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സെയിം സൊല്യൂഷൻ തന്നെ നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഈ കേസിൽ EM = -100 ആണ്. അത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തത് -100 സൈൻ 10 ക്യൂബ് ടി, ആ കൺവേർഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള EM ആണ് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ ഇതോടുകൂടി നമ്മൾ മോഡ്യൂൾ 2ൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ്ലി നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ, താങ്ക് യു.